എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏത്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആൻസർ അർത്തുങ്കൽ. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. 2025 ഏപ്രിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025 ഏപ്രിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KG സനൽകുമാർ. KG സനൽകുമാറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പെരിഞ്ഞനം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആണ് നിതിൻ ചിബ്ബർ. നിതിൻ ചിബ്ബറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയതാണ് ആമസോൺ കൊമ്പില്ല തേനീച്ചകൾ. ആമസോൺ കൊമ്പില്ല തേനീച്ചകളാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്. 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ്റെ എത്രാമത് ജയന്തിയാണ് ആചരിച്ചത്? 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ്റെ 149ാമത് ജയന്തിയാണ് ആചരിച്ചത്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. കനൽ പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ്? രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിച്ചത് കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെ. കൊൽക്കത്ത ടു ഗുവാഹത്തിയാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെന്നാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കുഷ്ഠരോഗം നിർണയത്തിനായി കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഭവന സന്ദർശനം ഏതാണ്? കുഷ്ഠരോഗം നിർണയത്തിനായി കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഭവന സന്ദർശനമാണ് അശ്വമേധം. അശ്വമേധമാണ് കുഷ്ഠരോഗം നിർണയത്തിനായി കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഭവന സന്ദർശനം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒരു ഒളിമ്പിക്സിൽ
2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. മനു ഭാക്കറാണ് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് ഇരവികുളം ദേശീയോദ്യാനവും ഡച്ചിങ്ങാം ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ മികച്ച ദേശീയ ഉദ്യാനമായി തിരഞ്ഞെടുത്തത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഒമാനാണ് വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൻ്റെ പദ്ധതി ഏതാണ്? 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതിയാണ് 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി. 2026 ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്താണ്? 2026 ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയമാണ് രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യപടി എന്നതാണ് 2026 ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ അന്റാലിയാണ് 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്നത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. 2025 നവംബർ 1-നാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ പദ്ധതി. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം ജില്ലയിലാണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം കാസർഗോഡ് ജില്ലയിലാണ് കിതൂർ പക്ഷി സങ്കേതം. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത്. 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്? 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആർ രാജശ്രീയാണ് 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതി. എം ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് EP രാജഗോപാൽ. EP രാജഗോപാലിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാവർമ്മ. N പ്രഭാവർമ്മയാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. M മുകുന്ദനാണ് 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M ലീലാവതി. M ലീലാവതിക്കാണ് 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് S ഹരീഷ്. S ഹരീഷിനാണ് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസൻ. MM ഹസനാണ് 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടെസി തോമസ്. ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്.